നന്ദകുമാർ AP ഇങ്ങനൊരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഞാൻ ഈ ഒരു വിവരം അറിയുന്നത്. അദ്ദേഹം 2 ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്കകത്ത് ബാലയ്ക്ക് കൈമാറുന്ന ഒരു ഫോട്ടോയും, അതായത് സ്ക്രിപ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം ഷൈൻ ടോം ചാക്കോയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയുണ്ട്. അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് 2 കഥാപാത്രങ്ങളെ നേരിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിച്ചതിന്റെ തെളിവാണ് അദ്ദേഹം ഈ FB പോസ്റ്റ് വഴി പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ബാലയുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റാണ് രാമൻ എന്ന ഞാൻ എഴുതിയ കഥ. അതായത് അദ്ദേഹം എഴുതിയ സിനിമയുടെ പേര്, അല്ലെങ്കിൽ ആ കഥ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന് വിട്ടിരുന്ന പേര് രാമൻ എന്നാണ്. പക്ഷെ അത് സിനിമയാകുമ്പോൾ അത് മറ്റൊരു പേരായി മാറും. അത് എന്തായാലും നമ്മളതിലേക്ക് പോകുന്നില്ല. അതിന്റെ കഥയാണ് ലാലേട്ടൻ അഭിനയിച്ച ഇപ്പോൾ റിലീസായ തുടരും എന്ന സിനിമയുടെ കഥ. അപ്പോൾ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അന്വേഷണം നടക്കും, പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി, അതിന്റെ കാര്യങ്ങളൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ജെന്യുവലാണെന്ന് തോന്നുന്നു. ഇത് നിലവിലെ ഈ പോസ്റ്റും ഈ കാര്യങ്ങളൊക്കെ ഒറ്റയടി കാണുമ്പോൾ നമുക്ക് ജെന്യുവലാണെന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും അന്വേഷണം നടക്കട്ടെ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംവിധായകരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സംവിധായകരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംവിധായകന്, അതായത് ഈ ഇത്രയും എൻ്റെ ഒരു ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു താഴേക്കടയിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി മറ്റു അത്ര ഒരു സ്റ്റാൻഡുള്ള ഒരാളല്ല. അത്യാവശ്യം സിനിമാ ഫീൽഡിലുള്ള പരിചയക്കാരൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഇതുവരെയും സിനിമയുടെ ഉള്ളിലേക്ക് വരാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ കുറെ പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു കഥ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു മാനസിക വിഷമമൊക്കെ ഉണ്ടാവും. അദ്ദേഹം സിനിമ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നത്. ആദ്യം ചെറിയൊരു രീതിയിൽ സംശയം വന്നു. പിന്നീട് അത് ഇന്റർവെല്ലിൽ അടുക്കുന്നതോടുകൂടി ഇദ്ദേഹത്തിന് പൂർണ്ണമായും ബോധ്യമാവുകയാണ് സിനിമ അദ്ദേഹത്തിന്റെ കഥയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോയ സമയത്തെടുത്ത ഫോട്ടോയാണത്. ഈ കഥയിലെ പോലീസ് കഥാപാത്രം ചെയ്യാനാണ് ഷൈൻ ടോം ചാക്കോയെ പോയി കാണുന്നത് അദ്ദേഹം. രാമേട്ടൻ എന്ന കഥാപാത്രം ചെയ്യാനായി ആദ്യം പോയത് ബാലയെ കാണാൻ. പക്ഷെ ഇത് നിർമ്മാണം പ്രോബ്ലം വന്നപ്പോൾ അതേ കഥാപാത്രം ചെയ്യാൻ ഹരീസി അശോകനെ പിന്നീട് കാണാൻ പോയി. പക്ഷെ അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടില്ല. പോയി കഥ പറഞ്ഞു, ആൾക്ക് വളരെ ഇഷ്ടമായി. പക്ഷെ അത് നടക്കാതെ വന്നപ്പോൾ സുരാജ് ഏട്ടനോട് പറയാൻ പറഞ്ഞു കൺട്രോൾ ജാവേദ് ഇക്കയ്ക്ക് വാട്സപ്പ് വഴി അതേ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അതായത് വാട്സപ്പ് വഴി ഇദ്ദേഹം ജാവേദ് ഇക്ക എന്ന് പറയുന്ന ഒരാൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും നടന്നില്ല. എന്ത് തന്നെയായാലും നടക്കാതെ വന്നപ്പോൾ ഗുരുക്കൾ എന്ന ഫൈറ്റ് മാസ്റ്റർക്ക് സ്ക്രിപ്റ്റ് ആദ്യം ഫോണിൽ കഥ പറയുകയും പിന്നീട് സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്തു. കഥയും കഥാപാത്രങ്ങളും എല്ലാം അതേപോലെ തന്നെയാണ്. തുടരും സിനിമയിൽ കഥാ സന്ദർഭവും അദ്ദേഹത്തിന്റെ എഴുതിയിരിക്കുന്ന കഥയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കമന്റ് ഞാൻ വായിക്കുന്നില്ല. കമന്റ് ചിലപ്പോൾ ഇദ്ദേഹത്തിന് തെറി പറയുന്ന മോഹൻലാൽ ആരാധകരൊക്കെ കാണും. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയൊരു വിവാദമായി മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ അഥവാ ഇത് ജെന്യുവലായിട്ട് ഇത് നടന്ന കാര്യം, സംഭവം ഇദ്ദേഹത്തിന്റെ സിനിമ കഥ ഇത് അടിച്ച് മാറ്റി പുതിയ സിനിമയാക്കി വൻ ഹിറ്റിൽ ഓടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിന്റെ പഴയ ഒരു സിനിമ, അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്ന ആ സിനിമയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു പക്ഷേ മോഹൻലാൽ ഈ സിനിമയുടെ ഭാഗമായതിന്റെ പേരിൽ എന്ത് തന്നെയാലും വൻ ഹിറ്റാണ് പടം. അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള കഥയും അതിന്റെ ഒരു കഥാപശ്ചാത്തലവും ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇതിങ്ങനെ ഈ രീതിയിൽ വിജയിക്കാൻ കാരണം. അപ്പൊ എന്ത് തന്നെയായാലും സത്യം പുറത്തു വരട്ടെ. എങ്കിൽ തന്നെ ഇദ്ദേഹം സ്വന്തം പ്രൊഫൈലിൽ തന്നെ ഒരു 3-4 ലൈവ് വീഡിയോ പറയുന്നുണ്ട്. അതായത് എല്ലാം ഒരു കുറച്ച് നേരത്തേക്കുള്ളൂ, 3-4 മിനിറ്റ് വരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. വളം കണ്ട് കഥ തുടങ്ങുമ്പോൾ തന്നെ വൈബ് ഇത് അത് ആ സീനല്ലേ എന്നൊക്കെ ചോദിക്കണം. മനസ്സിലായി? ഇത് രണ്ടാമത്തെ അനുഭവമാണ്, ആദ്യത്തെ രണ്ടാമത്തെ അനുഭവമാണ്. അതിന് ഞാൻ ഇന്റർവ്യൂവിൽ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ ആളിയാ ഇത് മറ്റേ പടമാണ്. അപ്പോൾ അവൻ പറഞ്ഞ ആളിയാ ഉള്ളതാ. ഞാൻ പറഞ്ഞാടാ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിലൂടെ കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അത് ഉറപ്പിച്ച് ആ സെയിം കഥ തന്നെയാണ്. അതിൻ്റെ സീൻ ബൈ സീൻ അങ്ങനെ തന്നെയാണ്. അതായത് അതിൻ്റെ ഒരു സീനോ സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സീനോ സ്ട്രാറ്റജി സെയിമാണ്. ഒരു വ്യത്യാസമില്ല. ഫോൺ എടുത്തില്ല. തരൺമൂർത്തിയായിട്ട് എനിക്ക് പേഴ്സണലി കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, എൻ്റെ നമ്പറും ഇല്ല.
ബാക്കി പ്രൊഡ്യൂസർ അസോസിയേഷൻസിലൊക്കെ ഉള്ള 2-3 പേരെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറയ്ക്ക് പോവുക. ഞാൻ കംപ്ലീറ്റ് എവിഡൻസുകളും എല്ലാം എടുത്ത് ശേഖരിച്ചതിന് ശേഷം ഞാൻ നേരെ ഇത് ലീഗലായിട്ട് പോകാനുള്ള പരിപാടിയാണ്. കാര്യം നമ്മൾ ഇരുന്ന് നമ്മുടെ ഒരു തലച്ചോറിനകത്ത് ഉദിച്ച ഒരു ആശയമല്ലേ ഉള്ളൂ. നമ്മളത് ഉദിച്ച ആശയം നമ്മൾ എഴുതി തീർത്ത സ്ക്രിപ്റ്റ് ആ സാധനമൊക്കെ നമ്മൾ പടം കണ്ടിട്ട് എനിക്ക് ആ ഭയങ്കര മോഹൻലാൽ. എൻ്റെ കഥാപാത്രത്തിൻ്റെ അകത്ത് എൻ്റെ കഥാപാത്രത്തിൽ ജോൺ ആണെങ്കിൽ ഇവരുടെ കഥയിൽ അത് ജോർജാണ്. പിന്നെ വേറെ ഒന്നും വ്യത്യാസമില്ല. മെയിൻ കഥയിൽ ഒരു വ്യത്യാസമില്ല. സീൻ ബൈ സീൻസ്, ഇന്റർവെൽ പഞ്ച് അടക്കം എല്ലാം ഈക്വലി സെയിം തന്നെയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടായിരുന്നു എൻ്റെ കഥയ്ക്ക്. കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്, കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടായിരുന്നു. ഇവർ കുറച്ചും കൂടെ ഡെപ്തൊക്കെ കുറച്ചിട്ടുണ്ടെന്നുള്ളത് വെച്ചാൽ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നാളെ ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കും. ഞാനിപ്പോൾ രഞ്ജിത്തേട്ടനെ വിളിച്ചു. പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ ഈ കഥ എൻ്റെ ഇപ്പം ബാലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾ വായിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലും സിനിമാ മേഖലകളിലും നിരവധി ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള കഥയാണ്. അതായത് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന സിനിമയ്ക്കകത്ത് കഥാപാത്രത്തിനെ പോലും മാറ്റിയിട്ടില്ല. അതായത് എൻ്റെ കഥാപാത്രത്തിൽ രാമനാണെങ്കിൽ ഇതിനകത്ത് ഷൺമുഖനാണ്. അപ്പോൾ ഈ തേള് കടിച്ചിട്ട് ഞങ്ങൾ അവിടെ നേരെ തൃപ്പൂണിത്തറയിലെത്തി. തൃപ്പൂണിത്തറ പൂജ കൃഷ്ണേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് DT മറ്റേ അവരുടെ മറ്റേ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കയറി സ്കാൻ ചെയ്ത് മറ്റേ അതിന് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കടിച്ചതിൻ്റെ വിഷമുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി അത് നോക്കി ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അന്ന് പിന്നെ നടന്നില്ല. എന്നിട്ട് പിന്നെ ഞാനും അച്ഛനെ ഞാൻ അവിടെ വേറൊരു റൂം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോട്ടാനിക്കര തന്നെ ഒരു ലോഡ്ജ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് നടക്കാതെ വന്നിട്ട് പിന്നെ ആ അച്ഛനെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം അവിടെ ചെയ്തിട്ട് പുള്ളിനെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ ഈ കഥ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസറിനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഫോണിൽ കിട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തു തന്നെയായാലും ഇത് സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു രീതിയിൽ അതായത് ഇപ്പൊ ഈ പരാതി നൽകിയിരിക്കുന്ന ആള് പറയുന്നത് അദ്ദേഹം വിചാരിച്ച പോലെ അത്രയും ആ രീതിയിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോ രണ്ട് ഭാഗത്ത് ഒരു 50-50 ചാൻസ് ആണുള്ളത്. ഇപ്പം ഒരാള് ഒരു കഥ എഴുതി എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് ചിലപ്പോൾ സാമ്യം ഉള്ളതായിട്ട് തോന്നുന്നതാണ്, അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ ഒരു പോസ്റ്റ് കണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സംവിധായകന്റെ ഏതെങ്കിലും ഇന്റർവ്യൂസ് ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു യൂട്യൂബിൽ. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു 1-2 മിനിറ്റ് വരുന്ന ഒരു ഭാഗം, ആ ഭാഗം കേൾക്കുമ്പോഴാണ് ഇദ്ദേഹത്തോട് ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്ന ആളുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നത്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. അതായത് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഈ ഡയറക്ടർ ഒരു അഭിമുഖത്തിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്, അതായത് അദ്ദേഹം മോഹൻലാലുമായിട്ട് ഈ സിനിമ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് വായിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ കഥ പറയുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിനകത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നറേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, ഞാൻ പാളിപ്പോകും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അതിബുദ്ധിപരമായിട്ട് ഇത് റെക്കോർഡ് ചെയ്യാം. ഒരു നല്ല ശബ്ദമുള്ള ആളെ വെച്ചിട്ട് നമുക്ക് ഈ സിനിമ റെക്കോർഡ് ചെയ്യാം. കാരണം എൻ്റെ എസ്കേപ്പിസാണ് ഫുൾ സ്ക്രിപ്റ്റ്, ഒരു 2.5 hour ഉള്ളൊരു ഫുൾ സ്ക്രിപ്റ്റ് ഇതുമായിട്ടാണ് ഞാൻ കോൾ ചെയ്യുന്നത്. നമ്മൾ ഡയറക്ടർ മോഹൻലാലിനെ വെച്ചിട്ട് പടം ചെയ്യുന്നുണ്ട്, അഭിനയിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് ഡൗട്ട് അടിക്കുന്നത്. അതായത് സാധാരണ ഒരു സ്ക്രിപ്റ്റ് മറ്റുള്ളവർ ചിലപ്പോൾ മറ്റുള്ള സംവിധായകരൊക്കെ ചിലപ്പോൾ ഈ രീതിയിലാണോന്ന് അറിയത്തില്ല. പക്ഷെ എന്ത് തന്നെയായാലും സ്ക്രിപ്റ്റ് വോയിസ് വഴിയാണ് നായികയായിട്ടുള്ള ശോഭനെ അറിയിക്കുന്നത്, കഥ പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിലാണ് ഒരു സംശയം വരുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോയെന്നുള്ളത്. കാരണം സ്ക്രിപ്റ്റ് ആവുമ്പോൾ ആ പേപ്പറിൽ അതിന്റെ ഫുൾ ഒരു ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ആള് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് ഒരു പക്ഷേ ഏതെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്യപ്പെടുത്തുന്ന എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തെ ബാധിക്കും. അപ്പോൾ ഈ ഒരു ഓഡിയോ മറ്റൊരു വ്യക്തിയെ കൊണ്ട് കഥ പറഞ്ഞ് അത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കുമ്പോൾ അത് വലിയ വിഷയം വരില്ല. കാരണം ഈ സംസാരിക്കുന്ന ആരാണെന്നുള്ളത് പുറത്തു വരുന്നില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എന്ത് തന്നെയാലും ഈ ഒരു കാര്യത്തിലാണ് 100% നമുക്കൊരു സംശയം വരുന്നത്. ഇദ്ദേഹത്തെ ഒരു സംശയത്തിന് നേരിൽ നിർത്തുന്നത് എൻ്റെ ഒരു സൈഡ് കൊണ്ട് ഞാൻ പറയാണ്. ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഒരു പക്ഷേ അദ്ദേഹം പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ
അഭിപ്രായത്തിലായിരിക്കും ഇദ്ദേഹം പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.